നമ്മൾ ഈ BS3 വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ കാണിക്കുന്നത്. ഒരു വണ്ടി ബ്രേക്ക് പ്ലേറ്റ് ബെൻഡായി, ഇവിടെയൊക്കെ ബെൻഡായി ട്വിസ്റ്റായി കിടക്കുകയാണ്. ഈ പിന്ന് ട്വിസ്റ്റായി ബ്രേക്ക് ലോക്കായി. അപ്പം ഇത് BS3 വണ്ടിക്ക് വന്ന ബ്രേക്ക് ഷൂ പ്ലേറ്റാണ്. ഈ ബ്രേക്ക് ഷൂ പ്ലേറ്റിന് കൂടുതലായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് തന്നെയാണ് സാധനം. ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പം കണ്ടില്ലേ, ഈ നേരെ നിൽക്കേണ്ട സാധനം ട്വിസ്റ്റായിപ്പോയി, ഇപ്പോൾ ബ്രേക്ക് ലോക്കായി. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്രേക്കും ഒന്നിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ചില ആളുകൾ ഫ്രണ്ട് ബ്രേക്ക് തീരെ ഉപയോഗിക്കില്ല. അപ്പോൾ ഇതിന് ലെഫ്റ്റ് റൈറ്റാണ് ബ്രേക്ക് വരുന്നത്, മനസ്സിലാക്കുക. ബാക്ക് വരുന്നത് റൈറ്റും ഫ്രണ്ടിൽ വരുന്നത് ലെഫ്റ്റുമാണ്. ഫ്രണ്ടിൽ ലെഫ്റ്റാണ് വരിക. അപ്പോൾ ഈ രണ്ട് ഒന്നിച്ച് പിടിച്ചാൽ തന്നെ വണ്ടി സെൻറ്ററായിട്ട് നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള അറിയാത്ത ആളുകളാണെങ്കിൽ, ഒരുവിധം ആൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, അറിയാത്തവരിലേക്കാണ് ഞാൻ വിവരം പറയുന്നത്. ബ്രേക്ക് എപ്പോഴാണെങ്കിൽ ഡ്രം ബ്രേക്ക് ആണെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും രണ്ട് ബ്രേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യാം. കാരണം ഒന്നാമത് ഇത് ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അത്രയും വെയിറ്റ് ഒരൊറ്റ ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് പിടിച്ച് നിർത്തേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒറ്റ പ്ലേറ്റിൻ്റെ മുകളിലും ആ ഒരു ആമിൻ്റെ മുകളിലാണ് ഈ വണ്ടീനെ ഫുള്ളായിട്ട് ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടി പിടിച്ച് നിർത്തേണ്ടത്. ആ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ഡേഞ്ചർ കേസാണ്. കാരണം ഒരു 1-2 വണ്ടിയൊക്കെ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, വണ്ടി ലോക്കായിട്ട് വീണിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പുതിയ മോഡൽ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ പരിഹാരമാണ്. പുതിയ മോഡൽ പ്ലേറ്റ് കുറച്ച് കനം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പഴയ മോഡൽ BS3 വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ബ്രേക്ക് ഷൂ പ്ലേറ്റ്, പഴയ ബ്രേക്ക് ഷൂ പ്ലേറ്റ് കുറച്ച് കനം കുറവായത് കൊണ്ട് തന്നെ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്രേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും BS3 ആണെങ്കിൽ BS4 ആണെങ്കിലൊക്കെ ബ്രേക്ക് രണ്ട് ബ്രേക്ക് ഒന്നിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേമാതിരി പെട്ടെന്ന് ബ്രേക്കിങ് കിട്ടുമെന്നുള്ള വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ മാനുവലായിട്ട് ABS പ്രവർത്തിപ്പിക്കാം. ABS ഇല്ലാത്ത വണ്ടിക്ക് മാനുവലായിട്ട് ABS ആയിട്ട് തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ചെടുത്താൽ കഴിയും. അടുത്ത വീഡിയോയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇവരെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് വണ്ടീൻ്റെ മുന്നിൽ പെടാതെ. നമ്മളെ വർഷോപ്പിന് തൊട്ട് മുന്നേ നടന്നൊരു സംഭവമാണിത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ട് ബ്രേക്ക് ഒന്നിച്ച് പിടിച്ച് ശീലമാക്കുക കേട്ടോ. ഏത് വണ്ടിയാണെങ്കിലും ഒരു ബ്രേക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് പിടിച്ചാൽ വീഴും എന്നുള്ള ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട. രണ്ട് ബ്രേക്ക് ഒന്നിച്ച് തന്നെ പിടിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമാതിരി കംപ്ലൈൻറ്റിൽ നിന്ന് മാറാൻ പറ്റും. ഈ കംപ്ലൈൻറ്റൊക്കെ തീർക്കാൻ പറ്റും. പിന്നെ ഒരു സാധനമൊക്കെ അടിച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വളയാനുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കൽ വളഞ്ഞ സാധനം നമ്മൾ അടിച്ച് നിർത്തിയാൽ വീണ്ടും അതേമാതിരി പെട്ടെന്ന് ട്വിസ്റ്റാവും. അതുകൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ രണ്ട് ബ്രേക്ക് എപ്പോഴും ഒരേമാതിരി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.